ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തുംജാങ് പോണ റൂട്ടിലായിട്ടുള്ളത്. രാവിലെ എണീച്ച് നമ്മുടെ യാത്രകൾ പയ്യെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കണ്ടൊരു മനോഹരമായ കാഴ്ചയുണ്ട. രാവിലെ നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം നല്ല മഴയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇന്നലെ രാത്രി. അപ്പോൾ അത് കാരണം നല്ല കോടയൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ നേരെ തുംജാങ്ങിലേക്ക് പോവുകയാണ്. പയ്യെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. ഈ ഗ്രാമങ്ങൾ മൊത്തം ഇവിടെയുള്ള ട്രൈബൽസിൻ്റെ ഉണ്ട്. ഈ ഏരിയയിൽ അത്യാവശ്യം നാഗ എന്ന് പറഞ്ഞ ട്രൈബാണ്. നാഗ ജിമ്മിയാണ്ടാ പറയുന്ന ട്രൈബിൻ്റെ പേര്. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ആ ഒരു ബയ്യല്ല, പുള്ളീൻ്റെ ട്രൈബിൻ്റെ പേരും നാഗ ജിമ്മി എന്നാണ്. നാഗ എന്ന് പറഞ്ഞ ട്രൈബിൽ ഒരുപാട് വംശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് എനിക്കറിയില്ല എത്ര എണ്ണം ഉണ്ടെന്ന്, ഒരുപാടുണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ട്രൈബൊക്കെ ഉണ്ടാവും എന്നത്. ഒരു ഇതേ രാവിലെ പറഞ്ഞ കൃഷിപ്പാടത്തിലേക്ക് പോകണേ കേട്ടോ. ഇവിടെ കൂടുതലും പെണ്ണുങ്ങൾ നല്ല ഹാർഡ് വർക്കാണ്. എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റിലൊക്കെ അത്യാവശ്യം എല്ലായിടത്തും തന്നെ ഹാർഡ് വർക്കാണ് പെണ്ണുങ്ങൾ. ഇവിടെ മാർക്കറ്റ് ആയിക്കോട്ടെ, കൃഷിപ്പാടങ്ങളിലായിക്കോട്ടെ, എല്ലായിടത്തും പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചർച്ചൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് ഈ ഗ്രാമത്തിലൊരു സ്കൂളാണ് കേട്ടോ. സ്കൂളിൽ പഠിക്കണ പിള്ളേർ. സ്കൂളിലകത്ത് കയറാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയാൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്, ചില സ്ഥലങ്ങളിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം വലിയൊരു സ്കൂളാണ് കേട്ടോ. ഇതൊരു നാഗ ട്രൈബാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് അസലു എന്നാണ് കേട്ടോ. അസലു നാഗ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കൂളാണ് കേട്ടോ. ഹായ്, തുംജാങ് കിतना दूर है? താങ്ക് യു. अच्छा ओ താങ്ക് യു. 2-3 കിലോമീറ്റർ ഉള്ളൂ എന്നാട്ടാ പറഞ്ഞ കേട്ടാ. ഇവിടെയൊക്കെ റോഡിൻ്റെ പണി ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പെൻഡിങ് വെച്ചേക്കണേണ്. മിക്കവാറും ഒന്നുകൂടി ടാർ ചെയ്യുമെന്ന് തോന്നിട്ട് വരി. നമ്മളെ ഇപ്പോൾ അങ്ങാടേക്ക് പോയിക്കൊണ്ടിരിക്കണേട്ടാ. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു കട ഉണ്ട്. ഈ കടയിൽ ഇവിടെ പ്രദേശ് ഹിന്ദി സ്റ്റോർ എന്നാണ്ട് പേര്. അപ്പോൾ ഇവിടെ ഓരോ സാധനങ്ങളിലേക്ക് പ്രൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഹായ് ഭയ്യ. അപ്പോൾ ഇവിടെ ഓരോ സാധനങ്ങളിലേക്ക് വില വിവര പട്ടികകൾ കൊടുത്തിട്ടുണ്ട്. ഗാർലിക്ക് 200 കിലോ, പിന്നെ ദാല് 100, ഹാഫ് 50, പിന്നെ മസാല വിമ്മ്. ഹായ്. അപ്പോൾ ഇവരുടെ കടയാണ് കേട്ടോ. ഇഷ്ടംമാതിരി പട്ടികളുണ്ട്, നല്ല രോമമുണ്ട് ഈ പട്ടികൾ. തണുപ്പത്തൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ഹിമാചൽ പ്രദേശിലൊക്കെ പോകുമ്പോൾ ഒരുപാട് നായകളെ കാണൂലേ, അപ്പോൾ അങ്ങനത്തെ നായകളാണ് കേട്ടോ. ഓക്കെ ഭയ്യ. ഇവിടെ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, റോഡിൻ്റെ പണിയൊക്കെ നടന്നിട്ടിരിക്കുന്ന കേട്ടോ. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കയറ്റമുണ്ട്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ലാൻഡ് സ്ലൈഡൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് കെട്ടിവെച്ചേക്കണം, കമ്പിവേലി പോലെ ഇങ്ങനെ. അതുപോലെ ഈ ഒരു ഭിത്തിയും ലാൻഡ് സ്ലൈഡ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയാണ്, റോഡിലേക്കൊന്നും കല്ലും ഇതൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിങ്ങനെ വന്ന വഴിക്ക് ഒരു കിട്ടില്ല വ്യൂ കണ്ടപ്പോൾ നിർത്തിയാണ്ടാ. പക്ഷെ എൻ്റെ മോനെ, എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. പക്ഷെ എന്ത് വിശാലമായൊരു വ്യൂ ആണല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു മലയാണ് നമുക്ക് കയറാനുള്ളതെന്ന് തോന്നുന്നത്. അതാണെങ്കിലും തുംജാങ് പീക്ക് കേട്ടാ. തുംജാങ്ങിലേക്ക് നമുക്ക് പോകണം. എനിക്ക് മേലിലൊക്കെ ക്യാമ്പ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ മാക്സിമം കയറി ക്യാമ്പ് ചെയ്യാൻ വിചാരിച്ചിരിക്കണ കേട്ടോ. മഴ വന്നു കഴിഞ്ഞാലാണ് എനിക്ക് ചെറിയൊരു പണി കിട്ടണം, കാരണം നമ്മുടെ ടെൻറ്റിൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ്. ഒരാൾ നമുക്ക് ടെൻറ്റ് സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ, നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല. ഇപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കേട്ടാ, പക്ഷേ ഒരു ഉറപ്പില്ല കേട്ടാ. എന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇനി അവിടെ ചെന്നിട്ട് അവിടെയുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവിടെ എന്തോ ടിക്കറ്റ് ഉണ്ട്, ഭയങ്കര പൈസ ആണെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും കേട്ടോ. കാരണം എൻ്റെ ഒരു ഫണ്ടൊക്കെ തീർന്നു പോയി. അപ്പോൾ നമുക്ക് മാക്സിമം ചോദിച്ചു നോക്കാം. പിന്നെ ടെൻറ്റ് അടിക്കാനൊക്കെ വേറെ പൈസയൊക്കെ ഉണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞത്. ഒരു പിടുത്തമില്ല, എന്തായാലും അതും നോക്കണം. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ കൃഷിയാണ് കേട്ടോ. ഇതൊക്കെ കാണുന്നതൊക്കെ കൃഷിയാണ് കേട്ടോ. ഇവിടെയുള്ള ഗ്രാമവാസികളുടെ കൃഷിയാണ്. ഇവിടെയുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ട്രൈബൽസാണ് കേട്ടോ. അവരുടെ കൃഷിപ്പാടങ്ങളാണ്. നമ്മൾ കാണുമ്പോൾ എന്താ വിചാരിക്കണം, കാട് പിടിച്ച് കിടക്കണമെന്നായിരിക്കും വിചാരിക്കണം. പക്ഷെ കാട് പിടിച്ചില്ല കേട്ടോ. ഇതിൻ്റെ നടുക്ക് ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. അതേ നോക്കി, ഇവിടെ ആരാണ്ടൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ ഇവിടെയും. പിന്നെ അതുപോലെ തന്നെ മേലിലൊക്കെ ഇപ്പം ഉണ്ട്. അവിടെ ഒരാളിപ്പോൾ ഉണ്ട്.
പിന്നെ അതുപോലെ വ്യൂ നോക്കി, എന്ത് വിശാലമായ വ്യൂ അല്ലേ. ഇത് വീണ് കഴിഞ്ഞാൽ തീർന്നട്ടാ. ഇത് മൊത്തം ഇങ്ങനെ മണ്ണ് ഒലിച്ചൊലിച്ച് അടിയിലേക്ക് പോകണേട്ടാ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. അതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര പണിയാവും. ഇവിടെയുള്ള ആൾക്കാർക്ക് തന്നെ യാത്ര ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിവിടെ ആൾതാമസം ഇല്ല, പക്ഷേ ആളുകൾ കൃഷിക്കാരില്ല ഇവിടുത്തെ. ആ കൃഷിക്കാരൻ്റെ സ്ഥലങ്ങളൊക്കെ കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, പക്ഷേ അവിടെയൊക്കെ ഇഷ്ടംമാതിരി കൃഷികളുണ്ട് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് കുറച്ച് പേരൊക്കെ ഗവൺമെൻറ് ജോബുണ്ട്, പിന്നെ അത് ചുരുക്കമുണ്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഉള്ളത് കൃഷിയാണ്, മെയിനായിട്ട് കൃഷിയാണുള്ളത്. പിന്നെ കുറേ ആൾക്കാർക്ക് ഇവിടെ വേട്ടയാടലൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ ട്രൈബൽസാണ്. പല ആൾക്കാരുടെ വീട്ടിൽ ഓരോ മൃഗത്തിൻ്റെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോണേക്ക് ഒരു ഭയ്യനെ കണ്ടുപിടിട്ടാ. ഹായ് ഭയ്യ, आपका नाम क्या है? हमारा नाम रानू लगता है। अच्छा, यहाँ का है? हाँ, ये क्या है? अच्छा, यहाँ में है ना तुमजांग पीक है ना. अब गया था तुमजांग? गया तो हम 5 बार गया। 5 बार गया? कैसे हो तुमजांग? कैसा बोलेगा, ट्रैकिंग में इतना मुश्किल है। अच्छा, फिर ऊपर में तो सही है, अच्छा जगह है। ओ उसके काम चलेगा ना. हाँ। ये क्या काम है भैया? ये रोड जो स्लाइडिंग नहीं होने कटिंग का है ना? हाँ हाँ, ओ स्लाइडिंग. अच्छा स्लाइडिंग नहीं होने के लिए अभी वो लोग इसमें बिठा के ना, हाँ फिर उसका ऊपर में हाँ. वो खबर दाग देगा। अच्छा, ഇതിപ്പോൾ ശരിക്കും റോഡ് സൈഡിൽ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി അവർ ചെയ്യണതാണ് കേട്ടോ. ओ ये तो बहुत रिस्की है ना. हाँ, मतलब तो बारिश का टाइम भी बहुत मुश्किल है. മഴ ടൈമിൽ ഭയങ്കര പണിയാണ് കേട്ടോ. ഇവർ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം സ്ലൈഡിങ് ഉണ്ടാവും നല്ല രീതിയിൽ. കണ്ടില്ലേ, കോടയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇവിടെ. ഫുള്ള് കോട ഉണ്ടോ. നമ്മളങ്ങനെ ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു പോയിന്റ് എത്തിയിട്ടാ. ഇവിടെ നിന്ന് വേണം നമുക്ക് പോകാൻ വേണ്ടി. ഈ കാണുകയെന്ന് പറയുന്നത് കുക്കി എന്ന് പറഞ്ഞ ഒരു ട്രൈബിൻ്റെ ഏരിയ ഉണ്ടാ. ഏന റസ്ത. अच्छा उधर में साइकिल लेके जाने चाहिए ना। अच्छा, ओ यहाँ में है ना पार्किंग वगैरह. പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഫീസ് ഉണ്ടാവുന്നൊരു പിടുത്തമില്ലല്ലോ. നോക്കാട്ടാ, ഇവിടെ നിന്ന് വേണം നമുക്ക് പോകാൻ വേണ്ടി. എന്തായാലും നോക്കട്ടെ ഏട്ടാ. അപ്പം നമ്മൾ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ. ഹായ് ഭയ്യ, अब लोग का नाम क्या है भैया? हेलो, नाम क्या है आपका? मेरा थोम है मेरा। अच्छा, अब यहाँ का है ना? हाँ, यहाँ का टूरिज्म का है। या ये गांव का नाम क्या है भैया? पिलेकुल, पुराना लेकुल। ओ पिलेकुल, पुराना लेकुल. हाँ। अच्छा, पुराना लेकुल मतलब हिंदी में? हाँ, हिंदी में पुराना ना। पुराना. अच्छा, पी मने हाँ, पुराना। पी मतलब पुराना. हाँ। लेकुल मतलब ये हम लोग का भाषा है। भाषा है ना. अब यहाँ कुकी है ना. हाँ, ये ट्राइब का नाम कुकी. कुकी। आपका भाषा का नाम क्या है, लैंग्वेज का? कुकी है। वो भी कुकी है. अच्छा, कुकी में नमस्ते में क्या बोलेगा? नमस्ते बोलने से थैंक्स नहीं, मैंने ककिपाई सब। ककिपाई. अच्छा, കക്കിപ്പായി. മക്കളെ, നമ്മളിപ്പോൾ മേലിലേക്ക് കയറാൻ വേണ്ടി പ്ലാനിലിരിക്കുന്ന കേട്ടോ. അപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്ത് നോക്കിയേ. ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നല്ല എന്ന് കയറാൻ പറ്റുമെന്ന്. നല്ല മഴയുണ്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ ഗ്രൗണ്ടുകളുണ്ട്. ഇവിടെ അത്യാവശ്യം ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഹായ് ഭയ്യ, आपका नाम क्या है? मेरा नाम है लमकम हंसी। अच्छा, अब केरला में काम किया था ना? हाँ, बहुत 3 साल पहले। अच्छा, किधर काम किया था? इडेपल्ली में और लुलुमल में काम किया है। और मैकडॉनल्ड्स में, लुलुमल 2 जगह में काम किया है। मैकडॉनल्ड्स में भी किया है और उसके बाद में गैलेटोस में भी किया है। अच्छा, बहुत 3 साल में बहुत जगह घुमा हूँ। अच्छा, कैसे हो केरला? बहुत कुछ सीख गया मैंने, क्या गया। केरला कैसे हो? एकदम मस्त। अच्छा. हाय भैया, आपका नाम क्या है? मेरा नाम शमसुल इस्लाम है। अच्छा, अब यहाँ का है ना? नहीं, मैं वहाँ पर नहीं, करीमगंज डिस्ट्रिक्ट है। करीमगंज है ना. अच्छा, यहाँ में तो पेंटिंग का काम है ना. भैया हाय, आपका नाम क्या है? हसन। हसन. ये किधर, यहाँ का है ना? हाँ, यहाँ का है। अच्छा, ओ बढ़िया है ना.
അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ട ആൾക്കാരാണ്ട. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ മേളിലേക്ക് കയറണം. ഇപ്പോൾ ഏകദേശം മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പയ്യെ ഇവിടെ നിന്ന് മേളിലേക്ക് കയറിയിട്ട് പീക്ക് ചെന്നിട്ട് ടെൻ്റ് അടിക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. എന്തായാലും നോക്കാം. നമ്മളാ സൈക്കിൾ അവിടെയാണ് കേട്ടോ. ഭയ്യ തുമ്മേ ജായക ഊപ്പർ. നമ്മളെ സൈക്കിള് എല്ലാം അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സാധനങ്ങൾ, ഇത്രയും സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകണത്. ടെൻറ്റ്, പിന്നെ ഇതിൽ നമ്മുടെ പാത്രവും കഴിക്കാനുള്ള സാധനങ്ങളും ഫുഡ് ഉണ്ടാക്കണം മേലിൽ നിന്ന്. അപ്പോൾ അതും പിന്നെ ഒരു കുപ്പി വെള്ളം, മാറ്റ്, ബാഗ്, പിന്നെ സൈക്കിള് ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ സൈക്കിൾ വെച്ചേക്കണത്. ഇതൊരു ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് പാർക്കിങ്ങിന് പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ എൻ്റെ ബാഗ് ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് പോകണം. ഹെൽമെറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോണത്. ഹായ്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോകാൻ പോയിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. സെൽക്കാൽ പീക്ക് എന്നാണ് പേര്. 5 किलोमीटर ഉണ്ട് ഏകദേശം. ഓക്കെ ഭയ്യ, तो जाके आएगा, मिलेंगे, मैं आने के टाइम तो कॉल करेगा. അച്ഛാ, നമ്മളങ്ങനെ കയറണ കേട്ടാ. ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്ററിൻ്റെ മേളിൽ ടെൻ്റ് അടിക്കാനാണ് പ്ലാൻ ഇട്ടേക്കണത്. ഞാൻ എന്തായാലും പോണേക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടാ. നമ്മളങ്ങനെ പീലേക്കുൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും തുങ്കാങ്ങിലേക്ക് പോകണേ കേട്ടാ. ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ട്രെക്കിങ് തുടങ്ങിയിട്ടാ. ഭയ്യ ഹായ്. ആൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ. അപ്പോൾ ആൾ എൻ്റെ ഒപ്പം കമ്പനിക്ക് തന്നെയാണ്. അപ്പോൾ ആൾ പിടിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഇതാണ് റൂട്ട് കേട്ടോ. ചെറിയൊരു ഇടനാഴികയാണ്. ഈ ഒരു വഴി കൂടെ പോകാൻ കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട്, ഇല്ല വാഴയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മേളിലൊരു ഗ്രാമമുണ്ട്, അതിൻ്റെ പേരാണ് തുംജാങ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ മേളിൽ ചെന്നിട്ട് ഒരു 100 കൊടുത്ത് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അത് നോക്കാം. ഞാനിത് കാണണമെന്ന് ആഗ്രഹിച്ചേണ്ട. അപ്പോൾ ഒരു ദിവസം ടെൻ്റൊക്കെ അടിക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ പോകാൻ നോക്കി. ഇപ്പോൾ വഴിയൊന്ന് ചെറുതായിട്ടൊന്ന് ഷോർട്ടായിട്ടാണ്. ഈ ഒരു ചെറിയ വഴി കൂടെ നമ്മൾ പോണത്. അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല കയറ്റമാണ്. ഇവർക്ക് എപ്പോഴും വന്ന് ഇവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടാ. അത് കാരണം കുഴപ്പമില്ല. നമ്മൾ വല്ലപ്പോഴുള്ള ട്രെക്കിങ് ചെയ്യാനത് പോകുന്നുണ്ട്. പണിയാട്ടാ. ഇത് വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടുണ്ടാവണം. നല്ല കിടിലം വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ ലാൻഡ് സ്ലൈഡൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട്. അച്ഛാ ലേറ്റ് പോകാനാ. പെട്ടെന്ന് വരിക രാത്രി ആയിക്കഴിഞ്ഞാൽ പണി വിട്ടെ. ഇവിടെ ഏകദേശം 4:30-5 മണിയാകുമ്പോൾ തന്നെ ഇരുട്ടാവും കേട്ടോ. കണ്ടില്ലേ മണ്ണിടിഞ്ഞ് വീണേക്കെ നീ കാണാം. ഞാനിവിടെ പറഞ്ഞതാ ഞാൻ ഒറ്റക്ക് പോകാമെന്ന്. അപ്പോൾ ഇവനോട് പറഞ്ഞ് ഇതിനും കൂടെ വരാം ഒരു കമ്പനിക്ക്. അപ്പോൾ അങ്ങനെ വന്നേ കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര രീതിയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കിടക്കണം. അത് നോക്കിയേ. പിന്നെ അടിയിൽ എന്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നണേ. സൗണ്ട് ഒക്കെ ഉണ്ട്. എന്തില്ലേ മണ്ണിടിഞ്ഞ് വീണേക്കെ കണ്ടില്ലേ. നല്ല ഇതിനായിട്ട് അടിഞ്ഞ് വീണേക്കണം. ഭയങ്കര റിസ്ക്കാണ് ഈ റൂട്ടിലേക്ക് പോകണത്. ഇവിടുന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ ഗ്രാമം ഉണ്ട് കേട്ടോ. അവിടേക്ക് ആൾക്കാർ എല്ലാ ദിവസവും പോകണേന്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇല്ലേ നമ്മളെന്താവും മഞ്ഞൊഴിക്ക് എക്സ്പ്ലോർ ചെയ്യാട്ടത്. കാരണം നമ്മളിപ്പോൾ നല്ല രീതിയിൽ ലേറ്റായി. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുള്ളി പോയിട്ടാ. നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു വഴിയാണ് കയറേണ്ടത്, ഈ വഴിയല്ല കേട്ടോ. അപ്പോൾ ആൾ നമ്മളെ വഴി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ശരിക്കും ഞാൻ അവനോട് പറഞ്ഞാൽ വരണ്ട, ഞാൻ ഒറ്റക്ക് പൊക്കോളാം. അപ്പം ശരിക്കും അവനൊരു ഗൈഡാണ്. അപ്പോൾ എന്നോട് 100 രൂപ തരാമെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഗൈഡൊന്നും വേണ്ട, ഞാൻ ഒറ്റക്ക് ടക്ക് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൻ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാരണം കമ്പനിക്ക് വരാമെന്ന് പറഞ്ഞു. അവൻ കമ്പനിക്ക് വേണ്ടി വന്നി വന്നോളാൻ പറഞ്ഞു, അല്ലാണ്ട് ഫണ്ടായിട്ടൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ വഴി കാണിച്ചു തന്നെ കേട്ടോ. പയ്യെ പയ്യെ കയറാം. നല്ല കയറ്റമുണ്ട് കേട്ടോ. വഴി ഇതാണ് മക്കളെ. ഇങ്ങനെ വേണം കയറി പോകാൻ കേട്ടോ. ലഗേജ് ഉള്ളതുകൊണ്ടോ മഴയുണ്ടേ പലയിടത്തും നല്ല രീതിയിൽ തന്നെയല്ല കേട്ടോ. മിക്കവാറും മഴ ഇനിയും പെയ്യും. കാലാവസ്ഥ കണ്ടിട്ട് അങ്ങനെ തോന്നണം. ഇവിടെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ കോട വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുള്ള് കോടയും രാത്രിയാകുമ്പോൾ ഒന്നും കാണാൻ പറ്റൂല കേട്ടോ.
നമ്മൾ ഒറ്റക്കുള്ളൂ കേട്ടോ. കുറേ ആൾക്കാരെ കയറി പോയിട്ടുണ്ട്. ഇതിൻ്റെ മേലൊരു ക്യാമ്പിങ് സൈറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആൾക്കാർ പോയേക്കണം. പിന്നെ കണ്ടില്ലേ വാഴയൊക്കെ വെട്ടിയിട്ടേക്കണേ. കുറേയൊക്കെ മറിഞ്ഞു കൊണ്ട് നടക്കണേ കേട്ടോ. ഇപ്പോഴത്തെ ഒരു കിടിലൻ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. മരം വയ്ക്കണോണ്ടാണ് കാണാൻ പറ്റാത്ത. അങ്ങനെ നമ്മൾ കയറി ഇവിടെ തുംജാങ് വില്ലേജ് എത്തിയേട്ടാ. ഇവിടെ ഒരു കടയുണ്ട്, ഗേറ്റും ഉണ്ട് കേട്ടോ. ഇതാണ് മക്കളെ, ഇവിടെ ഫുള്ള് ട്രൈബൽസ് ഉണ്ടാ. ഈ കാണുന്നതാണ് വെൽക്കം ടു തുംജാങ്. എല്ലാ കടകളും ക്ലോസ് ചെയ്ത്, കാരണം ലേറ്റായി. ആൾക്കാർ അവരുടെ വില്ലേജിലേക്ക് പോയിട്ടാ. വെൽക്കം ടു സെൽക്കൽ ബങ് തുംജാങ്. ശരിക്കും സെൽക്കൽ ബങ് തുംജാങ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെ ഫുള്ള് കുക്കികളാണ്. കുക്കി എന്ന് പറയുന്ന ട്രൈബാണ് കേട്ടോ. ഇതിൽ അവൻ്റെ ആ ഒരു അടയാളം ഉണ്ടെങ്കിൽ കാണണം. വെൽക്കം ടു തുംജാങ് ഉണ്ടല്ലേ. ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അടുത്ത് കാണിക്കാം. ഇതാണ് അവരുടെ ആ ഒരു സിമ്പിൾ കേട്ടോ. ഒരു എന്താ പറയുക, കാളയുണ്ട്, അതിൻ്റെ മേലൊരു എന്തോ പക്ഷി ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ 2 തോക്കുണ്ട്. ആൾക്കാരൊക്കെ അത് കഴിഞ്ഞു വന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവരൊക്കെ ട്രക്കിങ് കഴിഞ്ഞു വന്നുള്ളൂ. ഇത് ഏകദേശം എസ്റ്റാബ്ലിഷ്ഡ് 2020 കേട്ടോ. ലിസോൺ നമുക്ക് എന്തായാലും മേലിലേക്ക് കേട്ടോ. അപ്പോൾ ഇവർ കഴിഞ്ഞിറങ്ങണതാണ്. പിന്നെ മേലിലൊക്കെ സ്റ്റേ അടിക്കണമെങ്കിൽ നല്ല പൈസ കേട്ടോ മക്കളെ. 1000-1500 ആവും തോന്നണ്. ടെൻറ്റാണ് കേട്ടോ. നമ്മൾ നമ്മുടെ ഓൺ ടെൻറ്റ് എടുത്തിട്ടുണ്ട്. അടിക്കാൻ പറ്റിയാൽ മേലിൽ ഇവിടുത്തെ ഒരു ഹെഡിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ ആളുണ്ട് കേട്ടോ. ആളുടെ പേര് ലിയോ എന്നാണ്. അപ്പോൾ ആളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തായിരുന്നു ഞാൻ. നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ലിയോനെ പിടിക്കാമെന്നാണ്, ലിയോനെ മീറ്റ് ചെയ്യാമെന്നാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. നമ്മളെ ബാഗിൽ ഇതേപോലെ കെട്ടി വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ തൂക്കി വെച്ച് നടക്കണം. കാരണം ഞാൻ കുറേ നോക്കിയേട്ടാ. ടെൻറ്റ് നല്ല വെയിറ്റ് ഉണ്ട്. ഡെക്കാത്തിലുള്ള ടെൻറ്റ് 3 പേരുടെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എത്ര വെയിറ്റ് ഉണ്ടെന്ന്. പിന്നെ നമ്മൾ ഇതിലിരിക്കുന്ന സാധനത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. ബാഗിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ബാഗിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടോ. ഇനി കയറിക്കൊണ്ടിരിക്കണേ കേട്ടോ. കാലാവസ്ഥ നല്ല തണുപ്പ് വരുന്നുണ്ട്. ഇപ്പം ഇവിടെയൊക്കെ ആരൊക്കെ ഉണ്ട്. ഇതിലൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലൊക്കെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കയറാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കടയിൽ നിന്ന് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഏകദേശം ഒരു 100 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്ത് എൻട്രി ചെയ്ത് ഇവിടെ ഏകദേശം 100 രൂപ കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടെൻറ്റ് അടിക്കാനായിട്ട് സമ്മതിക്കില്ല. ടെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ 5000 രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും കേട്ടോ. അതിന് അടിക്കാതിരിക്കാൻ നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരാളുടെ കോണ്ടാക്ട് കിട്ടി. എനിക്കറിയില്ല വല്ല പൈസ കൊടുക്കേണ്ടി വരുമെന്ന്. ഇവരുടെ ഗ്രാമമുണ്ട്, ഈ തുംജാങ് എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പോകേണ്ടത് ഏകദേശം 45 മിനിറ്റ് നടന്നാലേ ഗ്രാമത്തിലെത്തുള്ളൂ കേട്ടോ. ആ റൂട്ടാണ്. ഇനി തിരിച്ച് നാളെ 45 മിനിറ്റ് നടക്കണം. നാളെ ഏകദേശം ഏർലി മോർണിംഗ് ഇറങ്ങാൻ പറ്റുമോ നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ പരിപാടി നടക്കുകയുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഒരു 3 മണിക്കെങ്കിലും എണീക്കണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹം. ഇനി ഇവിടെ നിന്ന് കയറ്റമൊന്നുമില്ല, പ്ലെയിനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് മൊത്തം കയറണം കേട്ടോ. ഇപ്പോൾ ഫുള്ള് കോടയാണ്. നമ്മൾ കയറിയിട്ടും വലിയ കാര്യമില്ല കേട്ടോ, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ വെളുപ്പിന് നമ്മൾ ആ സൺസെറ്റ് കാണാൻ പറ്റിയ സെറ്റാണ് മക്കളെ. നോക്കണം കേട്ടോ. എനിക്ക് ഇവിടെ ടെൻറ്റ് അടിക്കാൻ പറ്റി, ഞാൻ ടെൻറ്റ് മാക്സിമം അടിച്ചേനെ. മേളിൽ ടെൻറ്റ് അടിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമെന്ന് അറിയില്ല. പക്ഷേ ഫൈൻ്റെ കാര്യം ഓർത്തിട്ടോ. ഫൈൻ ഏകദേശം 5000 രൂപ എന്നാണ് പറഞ്ഞാൽ. ഈ ഒരു ഗ്രാമത്തിലെ ഏക വരുമാനമാണ് ഈ ഒരു ടൂറിസം കേട്ടോ. അല്ലാത്തവർക്ക് കൃഷി സാധനങ്ങളും ഒക്കെയാണ് മെയിനായിട്ട് ഈ ടൂറിസം ഉണ്ട് കേട്ടോ. അപ്പോൾ അതില്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് മുഷ്കിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇവർ ടെൻറ്റ് അടിക്കാൻ സമ്മതിക്കാതെ കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കയറി വരുന്നതും സാധനത്തിന് നല്ല വിലയുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം അവരൊരു കണക്കിനാണ് ഇത്രയും സാധനങ്ങളൊക്കെ ചുമന്നുണ്ട് ഇതിൻ്റെ മേലിലേക്കാണ് കേട്ടോ. അതുകൊണ്ട് നല്ല പൈസയും, അതിപ്പോൾ ഏത് നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ട് ഇത്രയും മലയുടെ മേലിൽ ചെന്ന് കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള പൈസയാവും കേട്ടോ. ഒരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെ ഒരു ഉപജീവന മാർഗം ഇതാണ്. അത് നോക്കിയേ, കോഡ് ഇറങ്ങി വന്ന് നോക്കിയേ, എന്ത് ഭംഗിയാണല്ലേ കോഡ് ഇങ്ങനെ ഇറങ്ങി വന്ന് കാണാൻ വേണ്ടി. എൻ്റെ മോനെ സെറ്റാണ് കേട്ടോ. ഇതെല്ലാം കാഴ്ച കേട്ടോ. ഇതൊക്കെ നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ. നിങ്ങളും എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഇതൊക്കെ കാണാം. മാക്സിമം ഞാൻ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിലൂടെ മാത്രമല്ല, നിങ്ങൾ നേരിട്ട് വന്ന് എല്ലാം കാണണം കേട്ടോ. നമുക്കുള്ള ലൈഫിൽ ആകെ ഒന്ന് ഓർമ്മിക്കാൻ പറ്റിയ ഇതേപോലെയുള്ള നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും മാക്സിമം അച്ചീവ് ചെയ്യുക, അതേപോലെ തന്നെ എൻജോയ് ചെയ്യുക. ഇപ്പം നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങിയിട്ടോ. ഇപ്പം ഏകദേശം 4:45 4:45 കാഴ്ച കേട്ടോ. ഇരുട്ടി തുടങ്ങി. ഇനിയിപ്പോൾ 5 മണിയാകുമ്പോൾ നല്ലോണം ഇരുട്ടു കേട്ടോ. അപ്പോൾ വഴിയൊന്നും കാണാൻ പറ്റില്ല. കണ്ടില്ലേ, ഈ വഴിയാണ് നമ്മൾ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി. ചെറിയൊരു വഴിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ തന്നെ ഇവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എന്തോരം സാധനങ്ങളൊക്കെ ഇട്ടാണല്ലേ ഇവർ പോകുന്ന. ശരിക്കും നമ്മളെക്കാളും ഭയങ്കര കഷ്ടപ്പാടാണ് ഇവരുടെ. പക്ഷെ ഇവർക്കിത് ശീലമായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആലോചിക്കുക, എന്തെങ്കിലും ആശുപത്രി കേസുകളാണ്, എമർജൻസി ഒക്കെ വരുമ്പോൾ എന്തായിരിക്കുമല്ലോ അവസ്ഥ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഫുള്ള് ഫിറ്റായിരിക്കും കേട്ടോ. അത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ലെന്നാണ് കേട്ടിട്ടുള്ളത്. മക്കളെ നമ്മളെ വന്ന വഴിക്ക് നല്ല പണി കിട്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് കണ്ടിന്യൂഷൻ വീഡിയോസ് ഒന്നും ഇടാനത്. നല്ല രീതിയിൽ മഴ കിട്ടി. എൻ്റെ ഫോണിലൊക്കെ വെള്ളം കയറി, പവർ ബാങ്കിലൊക്കെ എത്ര നേരം ചെറിയ രീതിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. എന്താവും എനിക്ക് അറിയില്ല കേട്ടോ. വർക്ക് ചെയ്യണ്ടോ ഇപ്പൊ തൽക്കാലം വർക്ക് ചെയ്യാനും. ഫോണൊക്കെ എത്ര നേരം നോക്കിയിട്ടാണെന്ന് അറിയാമോ ചാർജ് ചെയ്തത്. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. എന്നിട്ട് ശരിക്കും വെള്ളത്തിന്റെ തുള്ളിയെല്ലാം കൊണ്ട് ചാർജ് ചെയ്യാറുള്ള. അപ്പൊ അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊന്ന് അവസാനം നമുക്ക് തങ്ങാനൊരു സ്ഥലം കിട്ടിയേട്ടാ. ഇതുണ്ടല്ലേ, ഇതൊരു ഹോം സ്റ്റേ ആണ്. പുറത്തൊക്കെ ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കി, കിച്ചടി ഉണ്ടാക്കിയേട്ടാ. ചോറും പരിപ്പും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ ആരുടെ കഴിച്ചിട്ടുണ്ടായി, നമ്മുടെ ഒന്നും അല്ല കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എന്തായാലും അത് ക്ലീൻ ചെയ്യണം, കാരണം നമുക്കിത് ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ. ഇവിടെ ലിയോ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, പുള്ളീൻ്റെ ഹോം സ്റ്റേ ഉണ്ട്. പുള്ളിയാണ് ഇവിടുത്തെ ഒരു മെയിൻ ആളാണ്. അതായത് ഈ ഒരു ഗ്രാമത്തിലെ ഹെഡാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ ഒരു ഹോം സ്റ്റേ. അപ്പം ഞാൻ നാളെ പുള്ളിയെ പരിചയപ്പെടും. പുള്ളിയൊക്കെ താമസിക്കുന്ന അതിൻ്റെ അപ്പുറത്താണ്. ഞാൻ വന്നപ്പോഴൊന്നും എൻ്റെ ഫോൺ ഓണല്ലായിരുന്നു, കാരണം ചാർജ് വരാനുള്ള. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ പുള്ളിയെ ഒന്ന് കാണിക്കാനാ. നാളെ എന്തായാലും ഞാൻ പുള്ളീനെ കാണിച്ചൊരു വീഡിയോ ചെയ്യാട്ടാ. ഈ കാണാണ്ട പ്ലേസ് നല്ല തണുപ്പുണ്ട്, നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടാ. അപ്പോൾ എവിടെയൊക്കെ ടെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് ഇവരുടെ കിച്ചണും, പിന്നെ അവിടെയും ഒരു റൂം എന്തോ ഉണ്ട്. പിന്നെ അതെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ റൂം. പിന്നെ അതിൻ്റെ താഴത്തേക്ക് എന്തോ റൂമുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ടെൻ്റാണ്. പിന്നെ അതിൻ്റെ മേലൊരു ടവർ, അവിടെ ഒരു ടവർ ഉണ്ട് കേട്ടോ. നല്ല സെറ്റപ്പാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ പുള്ളീൻ്റെ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കട്ടെ. നല്ല അടിപൊളി മനുഷ്യരാണ് ശരിക്കും. എനിക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ ടെൻ്റ് അടിക്കാനുള്ള പ്ലാനിലായിട്ടാണ് വന്നത്. എൻ്റെ ടെൻ്റ് സാധനങ്ങളെല്ലാം ഉൾപ്പെടെയായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ താമസിക്കാനായിട്ടാണെങ്കിൽ ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് സെറ്റാക്കിയത്. പക്ഷേ അതൊന്നും വിചാരിച്ചു വന്നില്ല. പെട്ടെന്നുള്ളൊരു നല്ല മഴയത്ത് നമ്മൾ പെട്ടുപോയി. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു, നീ ടെൻ്റ് അടിക്കേണ്ട, ഇവിടെ റൂം. ഞാൻ പറഞ്ഞു ഞാൻ ടെൻ്റ് എന്തെങ്കിലും എവിടെയെങ്കിലും വരാന്തയിൽ, അതായത് ആ ഒരു വീടില്ലേ, ആ ഒരു അടുക്കള ആ ഒരു സൈഡിൽ എവിടെയെങ്കിലും കിടന്നോളാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നീ ഒറ്റ പൈസ തരണ്ട, ഇതിൻ്റെ ഉള്ളിൽ കിടന്നോളാൻ പറഞ്ഞു. എനിക്ക് ഒരു സ്ഥലം തന്നിട്ടാ. ഞാൻ ആലോചിക്കുകയായിരുന്നു വേണമെങ്കിൽ പറഞ്ഞു വിടാം, പക്ഷേ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പുള്ളിയാണ് ഈ ഒരു ഗ്രാമത്തിലെ മെയിൻ ആളാട്ടോ, അതും സംഭവമാണ്. അപ്പോൾ ഞാൻ എന്തായാലും പുള്ളിയുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും വന്നെയാണെങ്കിൽ പുള്ളീനെ കോൺടാക്ട് ചെയ്ത് നല്ല ഹെൽപ്പ് ചെയ്യും, നല്ലൊരു വ്യക്തിയാണ്. അതായത് ഈ ഒരു ഗ്രാമത്തിലെ മെയിൻ ഹെഡാണ് പുള്ളി കേട്ടോ. അപ്പോൾ ഞാൻ നാളെ പുള്ളീനെ കാണിച്ചു തരാം, പുള്ളീൻ്റെ ബാക്കി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കിടക്കണത്. കണ്ടില്ലേ, ചെറിയൊരു സെറ്റപ്പാട്ടോ, കാരണം ഇതൊരു കുഞ്ഞു ഗ്രാമമാണ്. ഈ ഒരു സ്ഥലത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെ കേട്ടോ. ഇവർ മാക്സിമം ടൂറിസം ഡെവലപ്പ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആളുകൾ വരൽ കുറവാണെന്നാണ് എൻ്റെ ഒരു ഐഡിയ. ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ ഒരു ഗ്രാമത്തിൽ സാധനങ്ങൾ എത്താനും, പിന്നെ അതുപോലെ ഇവർക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ വെച്ചാണ്, ഈ ഒരു ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചാണ് ഈ ഒരു ഗ്രാമക്കാരൻ ജീവിക്കാനായിട്ട്. അല്ലാണ്ട് ഇവർക്ക് വേറെ വലിയ വരുമാനങ്ങളൊന്നും ഇല്ല. അപ്പം മാക്സിമം എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യുക. നല്ലൊരു സ്ഥലമാണ്. നാളെ നമ്മൾ പീക്കിലേക്ക് പോകും.
ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.